പിന്നെ ഇതിന്റെ ഒപ്പം ഇത് മെയ് 22-ന് ഇറങ്ങുന്നു, മെയ് 21-ന് ദൃശ്യം 3 ഇറങ്ങുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എവിടെ പോയാലും ദൃശ്യം ചോദ്യം ഒഴിവാവില്ലല്ലോ, ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നും പറയാനും പറ്റില്ല. എന്താണ് പറയാൻ പറ്റുന്നത് ഇപ്പൊ നമ്മളോട് പറയാൻ പറ്റുന്ന എന്താണുള്ളത്? ഒന്നും പറയാൻ പറ്റില്ല. നമ്മള് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഇരുന്നപ്പോ അന്ന് ദൃശ്യം 3 തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ബൈക്കൊക്കെ ഓടിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞ് ജിത്തു സാറ് ചോദിച്ചു എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. ഒന്നും പറയാം, ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വായിച്ചു, ഡയറക്ടർ ജിത്തു സാറിനും ലാലേട്ടും മാത്രമേ ക്ലൈമാക്സ് അറിയുള്ളൂ, നിങ്ങളോട് വേറെ ആരോടും വ്യക്തമായിട്ട് മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഡബ് ചെയ്യാൻ നേരത്തൊക്കെ നമ്മൾ ഇന്ന് എന്നെ ഡബിങ്ങിന് വിളിച്ചാൽ വേറെ ആരെയും വരത്തില്ല, വേറെ സീനൊന്നും കാണിക്കില്ല, വേറെ ആരെയും വരത്തില്ല. സ്റ്റുഡിയോയില് 2-3 പേരുണ്ടാവൂലേ. മറ്റേ അജിത്തിനെ കഴിഞ്ഞ അടുത്ത ആള് ചെയ്തിട്ട് എനിക്ക് രാവിലെ തന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് വേറൊരാൾക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ വന്ന് ഇരുത്തൊന്നുമില്ല. ഇത്ര സമയം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് വിളിച്ചു പറയും. അങ്ങനെയൊക്കെയായിരുന്നു. എന്നാലും ഈ മറ്റേ ദൃശ്യം 2 കഴിഞ്ഞിട്ട്, ദൃശ്യം 2 2021 അല്ല 20-ലായിരുന്നു ഷൂട്ട് ചെയ്തത് അല്ലെ? 21 20-ല് ഷൂട്ട് ചെയ്തു. 21 ജനുവരിയിലാണല്ലോ അതൊന്ന് ഡയറക്ടർ വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം 4 വർഷമൊക്കെ കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ വീണ്ടും പോകുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു കുടുംബത്തിലേക്ക് ചെന്നപ്പോൾ ഉണ്ടായിരുന്ന എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? വീണ്ടും എല്ലാവരും അത് അന്ന് നമ്മള് കൊറോണ സമയത്തായിരുന്നു. കൊറോണ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യും. എന്നാ വെച്ചാൽ ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ പുറത്ത് പോകുന്നില്ല, മാസ്ക് ഒക്കെ വെച്ച് വിടുന്നില്ല, ടെസ്റ്റ് ചെയ്ത് കയറ്റിയേക്കുക. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം ടെസ്റ്റ് ചെയ്ത് കൊറോണ വരാതിരിക്കാനുള്ള ഇത് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവർ മാത്രമേ നമ്മൾ കമ്പനി ഉള്ളൂ. അവരൊരു ഹോട്ടലിൽ ഒന്നിച്ച് താമസിക്കുന്നു. അന്ന് ആ ഒരു ടീമിലേക്ക് ആദ്യമായിട്ടാണ് അന്ന് എത്തുന്നത്. ലാൽ സാറിനൊക്കെ ആദ്യമായിട്ടായിരിക്കുമല്ലോ അന്ന് വർക്ക് ചെയ്യുന്നതൊക്കെ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതൊക്കെ. അവിടെ ചെല്ലുന്നു, അപ്പോൾ എല്ലാവരും കാണാം. അവിടെ സിനിമയിലുള്ള എല്ലാ ടെക്നീഷ്യന്മാരും അതെല്ലാവരും നമ്മളെല്ലാം ഒന്നിച്ചൊരു ഹോട്ടലിലല്ലേ താമസിക്കും. ആരും പുറത്ത് പോകുന്നില്ല, ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ വരിക. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഈ പ്രാവശ്യം അങ്ങനെയല്ലായിരുന്നു. പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് സമയത്താണ് ചെല്ലുന്നത്. ഷൂട്ടിൻ്റെ ഇന്നിപ്പോൾ നാളെ ഷൂട്ടെങ്കിൽ നാളെ കഴിഞ്ഞ് രാവിലെ 8 മണി 8 മണിക്ക് അവിടെ ചെല്ലുന്നു. അന്നേരം സ്ക്രിപ്റ്റ് തരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ രഹസ്യ സ്വഭാവം മാത്രം ഒരു 10 മിനിറ്റ് മുമ്പ് തരും. നമ്മളൊന്ന് വായിച്ചു നോക്കും. ഞാൻ മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെക്കും, ഒന്ന് വായിക്കും. അവരാ സ്ക്രിപ്റ്റ് മേടിച്ചുകൊണ്ട് പോകും. പിന്നെ കയറി അഭിനയിക്കും. അങ്ങനെയായിരുന്നു. നമുക്കൊക്കെ ഒരു ദിവസം, എനിക്ക് 14 ദിവസം ഉണ്ടായിരുന്നു. 14 ദിവസം ഷൂട്ട്. ഒരു ദിവസം കൂടി വന്നാൽ ഒരു 2 സീനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതും അപ്പോൾ നിർത്തുന്ന പരിപാടിയൊന്നുമില്ല. വായിക്കും, വിട്ടോളം പറയും. ലാലേട്ടൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം നല്ല കമ്പനിയായിരുന്നു. അല്ല, അന്ന് കണ്ട ശേഷം പിന്നെ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഇപ്രാവശ്യം ലാലേട്ടനായിട്ട് ഒത്തിരി വർത്താനം പറയാനൊക്കെ പറ്റി. ഇപ്രാവശ്യം ഫ്രീ ആയിരുന്നു. ഒത്തിരി കുറച്ച് കൂടുതൽ അടുക്കാൻ പറ്റും. ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ശരിക്കൊരു ഈ പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ് ദൃശ്യം എന്ന് പറയുന്ന ഒരു സീരീസിന്റെ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നതൊക്കെ. എന്നും മലയാളികൾ ഇതിപ്പോ ഞാൻ 22-ാം തീയതി അല്ല ഈ 9-ാം തീയതി ട്രെയിലർ ഇറങ്ങിയോണ്ടാണ് ഞാൻ ഇപ്പൊ ദൃശ്യത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞത്. അന്ന് പിന്നെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അത് പറയാനും പറ്റില്ല. ട്രെയിലറിലൊക്കെ ഒരു കാണിക്കുമ്പോ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും എന്തോ. അപ്പൊ തന്നെ ആൾക്കാരിൽ പല കഥകൾ സോഷ്യൽ മീഡിയയിൽ എഴുതി തുടങ്ങിയിരിക്കും, ഇത് ഇങ്ങനെയായിരിക്കും. എന്നാലും എവിടെ പോയിട്ട് ചോദ്യങ്ങളുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ നമ്മൾ ഈ സിനിമയോ മീഡിയയുമായി ബന്ധപ്പെട്ടല്ല, അല്ലാതെ നാട്ടിലൊക്കെ കൂത്താട്ടുളം പോലത്തെ സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പുറത്തിറങ്ങി എല്ലാവരും ചോദിക്കും. പിന്നെ എല്ലാവരും ചോദിക്കും, നമ്മളെവിടെ പോയാലും ചോദിക്കും. വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഭാര്യ മക്കളോടൊക്കെ എന്തെങ്കിലും പറഞ്ഞു. പിന്നെ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വന്നായിരുന്നു. നമ്മുടെ വീടിന്റെ അടുത്താണല്ലോ. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഥ വ്യക്തമായിട്ട് അപ്പോഴും അറിയില്ല. കഥയൊന്നും എനിക്കറിയത്തില്ല ഓൾറെഡി. അതിപ്പോ നമ്മളിപ്പോ ചോദിച്ചാലും ക്ലൈമാക്സ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നമുക്ക് നമ്മുടെ വേഷം മാത്രം അറിയാം. എന്നാലും ജോർജ് കുട്ടി പോലെ തന്നെ കാത്തു സൂക്ഷിക്കണം അല്ലേ? അതിൽ അഭിനയിച്ച രംഗങ്ങൾ പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ്.